ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട്, ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഫെബ്രുവരി മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചെക്ക് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. യെസ്, പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ, എന്താണ് നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ഫെബ്രുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫെബ്രുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ 5 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി എന്താണ്? പാസ്റ്റ് എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് വാൻഡ്സ്. കറണ്ട് എനർജി നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ ടെമ്പറൻസ്. ഫ്യൂച്ചറുടെ എനർജി ഹാങ്ഡ് മാൻ. അപ്പോൾ ഓവറോൾ എനർജി നിങ്ങളുടെ 5 ഓഫ് വാൻഡ്സ് ആണ് ക്യാൻസർ. ഇവിടെ ഞാൻ കാണുന്നത് എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ആണ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു വഴക്കിൻ്റെ എനർജി. നിങ്ങളും ഏതോ വേറെ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ ഫൈറ്റ് ഉണ്ടാവണു, കുറേ വഴക്ക് ഉണ്ടാവണു, കുറേ ഇഷ്യൂസ് ഉണ്ടാവണു. അപ്പോൾ എന്താണ് ഈ 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി? കോമ്പറ്റീഷൻ്റെ എനർജിയും ആവാം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കോമ്പറ്റേറ്റീവ് എക്സാംസ് കൊടുക്കുന്നുണ്ട് വെച്ചാൽ കോമ്പറ്റീഷൻ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുറേ എഫേർട്ട് ഇടണം. എന്താ വെച്ചാൽ അത് അത്ര ഈസിലി നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റണ എക്സാം അല്ല. പറഞ്ഞാൽ അതിൽ കുറേ ഹാർഡ് വർക്ക് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 4 സോഡ്സ് ഉണ്ട് ഇവിടെ. ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ വഴക്കുണ്ടായതുകൊണ്ട് നിങ്ങൾ ഒരു ഹീലിംഗ് എനർജിയിലാണ് ഞാൻ കാണുന്നത്. നിങ്ങളൊരു സെപ്പറേറ്റഡ് എനർജിയിലാണ് ഞാൻ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ട മാതിരി ഹെൽപ്പ് കിട്ടും. ഞാൻ കാണുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് സോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് പേഴ്സൺ ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോണത്. നിങ്ങൾ ഒട്ടും ഇത് പ്രതീക്ഷിക്കാത്ത ഒരു പേഴ്സൺ ആണ്. ഓക്കെ, സഡൻലി നിങ്ങൾക്ക് എവിടുന്നോ ഒരു ഹെൽപ്പ് കിട്ടും ഈ സിറ്റുവേഷനിൽ. അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലും കുറച്ച് സൂക്ഷിക്കണം ഈ മാസം ക്യാൻസർ. അപ്പോൾ പാസ്റ്റിൻ്റെ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു പേജ് ഓഫ് വാൻഡ്സ് ആണ്. ഇതൊരു ഫയർ സൈൻ്റെ എനർജിയാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആവാം, അതല്ല ഒരു പുതിയ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾ കണക്ട് ചെയ്തു. ഇവിടെ കുറേ പാഷൻ ഉണ്ട്, കുറേ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ എനർജിയും ഉണ്ട്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെക്കാട്ടിലും പറഞ്ഞ ഏജ് വൈസ് കുറവാണ്. പറഞ്ഞാൽ അവർ നിങ്ങളെക്കാട്ടിലും യങ്കർ പേഴ്സൺ ആണ്. അതല്ല വെച്ചാൽ അവരുടെ ബിഹേവിയർ അങ്ങനെയാണ്, ഒരു കുട്ടികളി മാതിരി, ഒരു സീരിയസ് അല്ലാത്ത ടൈപ്പ്. പറഞ്ഞാൽ എല്ലാത്തിനും ഒരു കാഷ്വൽ ആയിട്ട് എടുക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. എന്തായാലും ഇവിടെ ഞാനൊരു ഓഫർ കാണുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു പുതിയ ജോലിയുടെ ഓഫറും ആവാം. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ ഓഫർ, ബിസിനസ്സിൻ്റെ ഓഫർ. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ. ഒരു പുതിയ തുടക്കത്തിന് അതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഈ പേഴ്സൺ ചില സമയത്ത് നിങ്ങളെ മെസ്സേജ് ചെയ്യും, പിന്നെ മെസ്സേജ് ചെയ്യില്ല. കുറേ സമയം വരെ നിങ്ങൾക്ക് അറിയും പോലും ഇല്ല ഈ പേഴ്സൺ എന്താ ചെയ്യണേ, അവരുടെ ലൈഫിൽ എന്താ നടക്കണേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻ ആൻഡ് ഔട്ട് പേഴ്സൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. ഇതൊരു ജോലിയാണ് വെച്ചാൽ കുറേ ട്രാവൽ ഉണ്ടാവും നിങ്ങൾക്ക് ഈ ജോലിയിൽ. അതല്ല വെച്ചാൽ ഇതൊരു ടെമ്പററി മാതിരി ഒരു ജോലി ആവാം, പ്രോജക്റ്റ് ബേസ്ഡ് ജോലി ആവാം. ഒരു പറഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിൽ ഡൗൺ ആവാൻ ആ ജോലിയിൽ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എനർജിയാണ് ഞാൻ കാണുന്നത് പാസ്റ്റിൽ. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ടെമ്പറൻസ് ആണ്. അപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾ കുറച്ചുകൂടിയും ഒരു ബാലൻസ് ആയി ഫീൽ ചെയ്യണു, നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വന്നിരിക്കണു. ടെമ്പറൻസ് സാജിറ്റേറിയസ് എനർജിയാണ്. അപ്പോൾ മുമ്പത്തെ ഞാൻ പറഞ്ഞ മാതിരി സിറ്റുവേഷനിൽ ഒരു
സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല വെച്ചാൽ ഫെബ്രുവരിയിൽ കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി വരും. കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോകണു നിങ്ങളുടെ ലൈഫിൽ. കുറേ ട്രാവലും ഉണ്ട്. ഓക്കെ, ഫെബ്രുവരിയിലും കുറേ ട്രാവൽ ഉണ്ടാവും. പിന്നെ അൺഎക്സ്പെക്റ്റഡ്ലി സിറ്റുവേഷൻസ് മാറണു. കുറേ നല്ല ചേഞ്ചസ് ആണ് ഞാൻ കാണുന്നത്. 6 of Wands കുറേ ഫെയിം, പോപ്പുലാരിറ്റിയുടെ എനർജിയുമാണ്. അപ്പോൾ നിങ്ങൾ ജോലിയിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് കുറേ സക്സസ് ഉണ്ട്. അതുമാത്രമല്ല പേഴ്സണൽ ലൈഫിലും റിലേഷൻഷിപ്സിലൊക്കെ ഞാൻ കാണുന്നത് കുറേ മുമ്പോട്ടേക്ക് പോകണു ഈ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ പക്ഷേ കുറച്ചൊരു ബ്രേക്ക്, ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയാണ്. എന്താണ് ഈ പേഷ്യൻറ്റ് വിച്ചിൻ്റെ എനർജി? ഹാങ്ഡ് മാൻ. ഇവിടെ ഞാൻ കാണുന്നത് ഹൈറോഫാണ്ട് എനർജി ഉണ്ട്. ആൻഡ് 7 of Swords. ഇവിടെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ പറഞ്ഞ മാതിരി അല്ല, ഇവരുടെ ലൈഫിൽ വേറെ എന്തോ ഉണ്ട്, വേറെ ഒരു പേഴ്സൺ ഉണ്ട്. അതവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ കാര്യം ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് പുറത്ത് വരാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ സാബോട്ടാജിൻ്റെ എനർജി ഉണ്ട്. ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ സാബോട്ടാജ് ചെയ്യാൻ നോക്കണു. എവിടെയോ ഈ പേഴ്സൺ നിങ്ങളോട് മുഴുവൻ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ അവർ ഒളിപ്പിച്ചു, ചില കാര്യങ്ങൾ അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. അതൊക്കെ ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ പുറത്ത് വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഏതോ ഒരു പേഴ്സൺ മാരീഡ് ആണ്, അതല്ല വെച്ചാൽ അവരുടെ ഏതൊരു വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, ഈ കാര്യം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അറിയാൻ പോകുന്നുണ്ട്, അതും പുറത്ത് വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു കരിയർ കാര്യമാണ് വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളൊരു ബ്രേക്ക് എടുക്കണു. മേ ബി ജോബ് പ്രഷറുടെ കാരണമായിരിക്കാം. പക്ഷേ ഇവിടെ എന്തോ ഒരു സാബോട്ടാജിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങളുടെ ഓഫീസ് കാര്യത്തിലും ചിലവർ നിങ്ങളുടെ പ്രോഗ്രസ് സാബോട്ടാജ് ചെയ്യാൻ നോക്കണു, അതല്ല വെച്ചാൽ നിങ്ങളുടെ കരിയറിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കണു. അങ്ങനത്തെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ഇവിടെ ചാലഞ്ച് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? നിങ്ങളുടെ ചാലഞ്ച് ഫെബ്രുവരി മാസത്തിൻ്റെ ചാലഞ്ച് നിങ്ങൾക്ക് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ക്യാൻസർ, ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. പറഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ തുറന്ന് പറയാൻ ഒരു പേടി ഉണ്ടാവും. അതല്ല വെച്ചാൽ മനസ്സിൽ ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ശരിയായി തോന്നുന്ന വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല. അതാണ് ഞാൻ കാണുന്നത് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. എന്താ വെച്ചാൽ എവിടെയോ നിങ്ങൾക്ക് കുറേ ഗിൽട്ട് ഉണ്ട്. ഇത് ചെയ്ത ഈ പേഴ്സൺ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യോ ഇല്ലേ, എന്തോ ഒരു വിഷമമുണ്ട് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റിലേക്കാണ് നോക്കുന്നത്. പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഫീലിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 5 of Swords വന്നിരിക്കണു. കുറേ നെഗറ്റീവ് എനർജീസും ഉണ്ട് ഇവിടെ. ചിലവർ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാൻ നോക്കണു, കുറേ ആൾക്കാർ നിങ്ങളെ സാബോട്ടാജ് ചെയ്യാൻ നോക്കണു. അങ്ങനത്തെ എനർജീസും ഇവിടെ ഉണ്ട്. അപ്പോൾ അഡ്വൈസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അഡ്വൈസ് എന്താണ്? അഡ്വൈസായിട്ട് വന്നിരിക്കണേ കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് കപ്സ് ഒരു പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ എനർജിയാണ്. ഒരു ഇമോഷണൽ ബാലൻസ് വെക്കാനാണ് യൂണിവേഴ്സ് പറയണേ. നൈറ്റ് ഓഫ് സോഡ്സ്, ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഉടനെ അതിനെ പ്രാക്ടിക്കലായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് വേണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ കാണുന്നത് ഫെബ്രുവരിയിൽ നിങ്ങൾ റിയാലിറ്റിയിലല്ല ജീവിക്കണം. നിങ്ങൾ കുറേ കാര്യങ്ങൾ, കുറേ ഒരു ഇല്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ കുറച്ച് ഒരു റിയാലിറ്റി ബേസ്ഡ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ നോക്കുക. എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അത് വർക്കൗട്ട് ആവില്ല, എന്നാലും നിങ്ങൾ അതിൽ തന്നെ നിങ്ങളുടെ എഫേർട്ട് ഇടണു, എനർജി ഇടണു. നിങ്ങൾക്കറിയാം ചിലവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതല്ല, അത് അറിഞ്ഞിട്ടും അവർക്ക് നിങ്ങൾ കുറേ എനർജി കൊടുക്കണു. അപ്പോൾ അതൊക്കെ കുറച്ച് സൂക്ഷിക്കണം ക്യാൻസർ. സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങൾക്ക് എംപ്രസ് ആണ്. അപ്പോൾ സർപ്രൈസ് ഫാക്ടറിൽ ഞാനിവിടെ അബണ്ടൻസ് കാണുന്നുണ്ട്, പക്ഷെ ഒരു സീക്രട്ട് പ്രഗ്നൻസിയും കാണാണ്ട്. അപ്പോൾ അതും സൂക്ഷിക്കാണ്ട് നിങ്ങൾക്ക്. 3 of Wands ഉണ്ട് ഇവിടെ. ഒരു വെയിറ്റിംഗ് എനർജിയാണ് 3 of Wands. അപ്പോൾ
ഹെർമിറ്റ്. യൂണിവേഴ്സ് നിങ്ങളോട് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് പറയണത്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും എന്താ നിങ്ങൾക്ക് ചെയ്യണ്ടേന്ന്. യൂണിവേഴ്സ് നിങ്ങളോട് ഈ സമയത്ത് ക്ലാരിറ്റി ഇല്ലാണ്ട് ഒരു ഡിസിഷനും എടുക്കണ്ട എന്നാണ് പറയണത്. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കമ്മിൽ വന്നിരിക്കണ 9 of Swords. കുറേ ഓവർ തിങ്കിങ് എനർജി, കുറേ സ്ട്രെസ്സിൻ്റെ ടെൻഷൻ്റെ എനർജി ഉണ്ട്. 7 of Pentacles നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്, എന്തോ ശരിയാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ Knight of Pentacles ഇവിടെ ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പേഷ്യൻ്റ് ആവാനാണ് പറയണത്. എന്തോ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ഇത് ആ ഫയർ സൈൻ്റെ മാതിരിയല്ല, ഇത് ഏതൊരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പാസ്റ്റിൻ്റെ എനർജി ഞാൻ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം വിട്ടു പോകാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ എന്തോ ഡിഫിക്കൽട്ട് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, അതൊക്കെ വിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് നിങ്ങൾ. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ അതിന് മുമ്പേ ചില പാസ്റ്റ് കാര്യങ്ങൾ, ചില പാസ്റ്റ് ആൾക്കാരെയൊക്കെ ഞാൻ കാണുന്നത് നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്യാണ്. ഈ മാസം അല്ല വെച്ചാൽ അത് അടുത്ത മാസം ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു ജേർണിയിലേക്കാണ് നിങ്ങൾ പോണത്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് പറയണേ? ടോർച്ച് വന്നിട്ടുണ്ട്. സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, എൻലൈറ്റ്മെൻറ്റ്, അവെയർനെസ്, അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ സ്പിരിച്വലിയും നിങ്ങൾ ഈ മാസം കുറേ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ കുറേ ഫീൽ ചെയ്യും. യു ആർ ഹൈലി തോട്ട് ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടാണ് തോട്ട്സ് വെക്കണം. നിങ്ങളുടെ ബാഗ്, സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ച് ആസ് എ ന്യൂ ജോബ് ഓർ എ റേസ്. അപ്പോൾ ചിലവർക്ക് ഒരു പുതിയ ജോലി കിട്ടാൻ പോകുന്നുണ്ട്. എലിഫൻറ്റ്, എ ലോങ് ജേർണി, ഫിസിക്കൽ ഓർ മെൻറ്റൽ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഇത് നിങ്ങളുടെ ഒരു ലൈഫ് ജേർണീനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിരിക്കണേ, ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. അപ്പോൾ ഇതന്നെയാണ് ഞാൻ പറയണത്. എന്തോ നിങ്ങളുടെ പാസ്റ്റിൻ്റെ ഒരു എനർജി ഇവിടെ ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഇടയ്ക്ക് അതിനെ ആ പാസ്റ്റിലേക്ക് തന്നെയാണ് നോക്കണത്. പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് എവിടെയോ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമുണ്ട്. പക്ഷെ അതിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ഇപ്പോൾ അതിനെ പിടിച്ചിരിക്കണ്ട. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ക്യാൻസർ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് പറയുക എങ്ങനെയാണ് ഇത് റെസൊനേറ്റ് ചെയ്തതെന്ന്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.